ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ നമ്മളൊരു ഹിഡൻ ആയിട്ടുള്ള കിടിലൻ അണ്ടർഗ്രൗണ്ട് ഒരു കേവ് കാണാൻ വേണ്ടി പോവാണ്. കിടിലൻ എന്നൊന്ന് പറഞ്ഞാൽ പോരാ, ഈ അത്രയും സീൻസാണ്. എടാ മോനെ, ഇത് കണ്ട് കഴിഞ്ഞുണ്ടല്ലോ പിന്നെ കണ്ടവരാരും ഇത് മറക്കൂല. ഈ ബസ്സിൽ ഗെയിം കളിക്കുന്ന എല്ലാവരും ഇത് കണ്ടിരിക്കുന്ന സ്ഥലമാണ് ഗൈസ്. സംഭവം ഇത് ഇത്രയും നാളെ ഗെയിം കളിച്ചിട്ട് ഇങ്ങനൊരു സ്ഥലം ഞാനിപ്പോൾ തന്നെയാണ് അറിയുന്നത്. നല്ലോണം വൈകിപ്പോയി, കാരണം ഞാൻ 2022 ഞങ്ങൾ തുടങ്ങിയത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യമൊന്നും കാണാതെ വെറുതെ ഈ ബസ്സിൽ കളിച്ച് നടന്ന് എനിക്ക് സങ്കടമുണ്ട് ഗൈസ്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇത് തപ്പി കണ്ടുപിടിച്ച് നടക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഹിഡൻ സീരീസൊക്കെ നമുക്ക് കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുറേ ഹിഡൻ സീരീസും അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തേക്കാം. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്ടംപോലെ ഹിഡൻ പ്ലേസസിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ബസ്സിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലേസസിൻ്റെ വീഡിയോസ് കിട്ടും ഗൈസ്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിൽ നമ്മൾ ആദ്യം ലെഫ്റ്റ് എടുക്കണം. ലെഫ്റ്റ് എടുത്തിട്ട് നേരെ വന്നിട്ട് ഇപ്പം നമ്മൾ തിരിഞ്ഞ് ഈ ലെഫ്റ്റ് കൊടുക്കണം. ഈ ആദ്യം വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല, 2 ലെഫ്റ്റാണ്. വലിയ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ മാപ്പ് ഇവിടെ പ്രൊജക്റ്റ് ചെയ്തേക്കാം, GPS. അന്നേരം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി, ഇവിടുത്തെ ഒരു അടയാളങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവമൊക്കെ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് എടുത്ത് നേരെ പോകുമ്പോൾ ഇങ്ങനെ ഒരു സർക്കിൾ കിട്ടും. സർക്കിൾ കഴിഞ്ഞാൽ തെറ്റാണെന്നില്ല, നേരെ തന്നെ പോയാൽ മതി. പിന്നെ ഗൈസ്, ഇതിൻ്റെ ക്ലൈമാക്സ് ആരും മിസ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റാണ് ഇതിൻ്റെ ക്ലൈമാക്സ്. ആ തംബ്നെയിൽ കണ്ടപ്പോൾ ഒരു സാധനമൊന്നും തംബ്നെയിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല, അത് അത്രയും ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല അതിൻ്റെ അകത്തൊന്നും. ഇത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇത് കണ്ണ് തള്ളിപ്പോയി. എനിക്ക് അതിൻ്റെ കിക്ക് ഇതുവരെ വിട്ടുപോയിട്ടില്ല. അതേപോലത്തെ കിടിലെന്ന് പറഞ്ഞാൽ കിടിലൻ സാധനം നിങ്ങൾ കണ്ട എന്തായാലും ഞെട്ടും ഗൈസ്, അതെനിക്ക് ഉറപ്പാണ്. ഈ സാധനം മുന്നേ ആദ്യം ഈ വീഡിയോ കാണുന്ന അതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്, ഞാൻ പോയിട്ടുണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഗൈസ്. ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ മാപ്പിലുള്ള റോഡിൽ നിന്ന് മാറിപ്പോകാനുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. മാപ്പിൽ നേരെ പോകാനാണ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ സിമ്പിൾ കണ്ടില്ലേ, ആ റോഡിലോട്ട് നമ്മൾ ഈ റൈറ്റിലോട്ട് കയറിയിട്ട് അങ്ങ് പോകണം. ഇവിടെ നിന്ന് നേരെ തന്നെ പോയാൽ മതി. ഇവിടെ നിന്ന് വേറെ നമുക്ക് തെറ്റാണെന്നില്ല. നമ്മുടെ സ്പോട്ടും ഏകദേശം നമുക്ക് എത്താനായി ഗൈസ്. വേറെ വണ്ടി എടുത്താൽ മതിയായിരുന്നു, ഇത് വലിയ ഒടിഞ്ഞ് കിട്ടുന്ന പോലെയല്ല ഗൈസ്. മൾട്ടി ആക്സിൽ വണ്ടികൾക്ക് ടേണിംഗ് റേഡിയസ് കൂടുതലാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല. സംഭവം ഈ നമ്മൾ റണ്ണിങ് ടൈമിൽ വലിയ വളവൊക്കെ വന്നു കഴിഞ്ഞാൽ മൾട്ടി ആക്സിൽ വണ്ടി മുട്ടയിടും. അതിലും ഭേദം മറ്റേ വണ്ടികളാണ് ഗൈസ്, അത് പിന്നെ ഒടിഞ്ഞ് കിട്ടും. മൾട്ടി ആക്സിൽ വണ്ടികൾക്ക് ടേണിംഗ് റേഡിയസ് കൂടുതൽ തന്നെയാണ്, പക്ഷെ ഇപ്പോൾ തിരിയുന്ന റേഡിയസേ ഉള്ളൂ, അല്ലാതെ വലിയ തിരിക്കാനൊന്നും പറ്റില്ല ഗൈസ്. ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്പോട്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങ് റൈറ്റ് ഈ പാർക്കിംഗ് ലോട്ടിലോട്ട് അങ്ങ് വണ്ടി കയറ്റിക്കൊള്ളുക. ഈ പാർക്കിംഗ് ലോട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മളുടെ വണ്ടി അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് വണ്ടിയിൽ നിന്ന് അങ്ങ് ഇറങ്ങിയിട്ട് നേരെ അങ്ങ് ഇതൊക്കെ വന്ന ഗൈസ്. അത് ഇടയ്ക്ക് അങ്ങൊരു ഇൻറ്ററപ്ഷൻ പോലെ വരും ഗൈസ്. എനിക്കത് ഇഷ്ടമല്ല ഇടയ്ക്ക് കയറി വരുന്നത്. എന്നിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടങ്ങ് പോയി ആ ഫൗണ്ടൈൻ്റെ ഉള്ളിലാണ് നമ്മുടെ സാധനം ഇരിക്കുന്നത്, നമ്മുടെ സീക്രട്ട് സാധനം ഇരിക്കുന്നത്. അപ്പം ഞാൻ കാണിച്ചു അതിൻ്റെ അകത്തോട്ട് എങ്ങനെ കയറേണ്ടതെന്ന്. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് തുള്ളിക്കഴിഞ്ഞ് ഈ ഫൗണ്ടൈൻ്റെ അകത്തോട്ട് നമുക്ക് കയറാൻ പറ്റും. ഇതിൻ്റെ നടുക്കോട്ട് പോയിട്ട് നിങ്ങളൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നടക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇടയ്ക്കൊന്ന് ഇങ്ങനെ കുഴിഞ്ഞു പോകുന്നതാണ് തോന്നും. അപ്പോൾ ക്യാമറ ആംഗിൾ ഒന്ന് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴോട്ട് ഇങ്ങനെ ഒരു അണ്ടർഗ്രൗണ്ട് പാത്ത് കാണും. നമ്മൾ അതിൻ്റെ അകത്തോട്ട് പോയി ഞാൻ ക്യാമറ ആംഗിൾ മാറ്റാം, നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും വിഷ്വൽ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞത്. ഇത് തുറക്കാനൊന്നും പറ്റില്ല, പാസ്വേഡ് ഉണ്ടെങ്കിൽ തുറക്കാൻ പറ്റുമായിരിക്കും, കിട്ടിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലടേ, തുറക്കാനൊന്നും പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇപ്പോഴത്തെ ഓപ്പോസിറ്റ് വന്നാൽ ഒരു 4 നിരയായിട്ട് നമുക്ക് മുകളിലോട്ട് കയറി പോകാനുണ്ട്. അതാണ് അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ 3ാമത്തെ നിലയിലാണ് ഗൈസ്. ഒരു ലിഫ്റ്റ് വെക്കായിരുന്നു നമുക്ക് ഗൈസ്. അപ്പോൾ ഇതാണെന്ന് ഞാൻ പറഞ്ഞ അണ്ടർഗ്രൗണ്ട് കേവ്. അപ്പം എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഇത് അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.